ഇന്നലെ രാത്രി ഞാൻ യേശു കർത്താവിൻ്റെ ക്രൂശിനെയാണ് നിങ്ങളോട് സംസാരിക്കാനിടയായി തീർന്നത്. ഇന്ന് രാത്രിയും മറ്റൊന്നല്ല നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, യേശുവിൻ്റെ ക്രൂശിനെ തന്നെയാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞ വചനം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ദൈവമക്കളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ പോകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വചനം പരസ്യമായി വായിക്കാൻ പോകുകയാണ്. 19:28. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എൻ്റെ മലയാളം മനസ്സിലാകുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വളരെ സ്പീഡ് കുറച്ച് വളരെ സിമ്പിളായി, എൻ്റെ മലയാളം വലിയ ടഫല്ല, വളരെ സിമ്പിളായിട്ടുള്ള മലയാളമാണ്. കാര്യം ഞാൻ വളരെ സിമ്പിളാണ്, അതുകൊണ്ട് മലയാളം സിമ്പിളാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ള ഉറപ്പോടെ വളരെ സ്ലോലി നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ബലിയാന സെമ്മരി പാവങ്ങളെല്ലാം സുമந்து തീർത്തവരേ, ബലിയാന സെമ്മരി പാവങ്ങളെല്ലാം സുമந்து തീർത്തവരേ, പരിശുദ്ധാരേതം എനക്കാകല്ലോ ഭാഗ്യം ഭാഗ്യമേ, പരിശുദ്ധാരേതം എനക്കാകല്ലോ ഭാഗ്യം ഭാഗ്യമേ, പരിശുദ്ധാരേ படைத்தவரே ஆராதனே ஆராதனே, பரிசுத்தரே படைத்தவரே ஆராதனே ஆராதனே, ബലിയാന സെമ്മരി പാവങ്ങൾ എല്ലാം സുമந்து തീർത്തവരേ, ബലിയാന സെമ്മരി പാവങ്ങൾ എല്ലാം സുമந்து തീർത്തവരേ, പരിശുദ്ധാരേതം എനക്കാകല്ലോ ഭാഗ്യം ഭാഗ്യമേ, പരിശുദ്ധാരേതം എനക്കാകല്ലോ ഭാഗ്യം ഭാഗ്യമേ, പരിശുദ്ധരേ പടൈത്തവരേ ആരാധനേ ആരാധനേ, പരിശുദ്ധരേ പടൈത്തവരേ ആരാധനേ ആരാധനേ. ഹല്ലേലൂയ. യേശു കർത്താവ് ക്രൂശിൽ വെച്ച് പറഞ്ഞ ഒരു വചനമാണ് ഇന്ന് രാത്രി വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ധ്യാനത്തിന് വേണ്ടി വായിപ്പാൻ ആഗ്രഹിച്ചത്. വായിച്ച വാക്യം, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. കാൽവറി ക്രൂശിൽ വെച്ച് യേശു 7 മൊഴികളാണ് പറഞ്ഞത്. അതേഴും
വളരെ ശാന്തമായി ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി മരിക്കുമ്പോൾ മരണത്തിന് തൊട്ട് മുമ്പ് സമാപനമായി, അവസാനമായി എന്ത് പറയുമോ ആ വാക്കുകൾക്ക് വീട്ടുകാരോ മക്കളോ സഹോദരങ്ങളോ ഒക്കെ വില കൽപ്പിക്കാറുണ്ട്. ബൈബിൾ അങ്ങനെ പറയുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ അവർ മരിക്കുന്ന സമയത്ത് അവസാനമായി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി ബൈബിൾ മറക്കാതെ എഴുതിയിട്ടുണ്ട്. 110 വയസ്സിൽ മരിച്ച ജോസഫ് ആകട്ടെ, 120 വയസ്സിൽ മരിച്ച മോസസ് ആകട്ടെ, 147 വയസ്സിൽ മരിച്ച യാക്കോബ് ആകട്ടെ, ഇവരൊക്കെ മരണത്തിന് തൊട്ടു മുമ്പ് സംസാരിച്ച വാക്കുകൾ വാല്യബിളാണ്, മൂല്യമുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം അവസാനത്തെ പാരഗ്രാഫ് ജോസഫിൻ്റെ അവസാന വാക്കുകളാണ്. 110 വയസ്സിൽ താൻ മരിക്കുമ്പോൾ മിസ്രൈമിൽ വെച്ചാണ് താൻ മരിക്കുന്നത്. മന്ത്രിയായി താൻ തൻ്റെ സഹോദരന്മാരെ എല്ലാം അടുക്കൽ വിളിച്ചു. രൂബേൻ, ഷിമയോൻ, ലേവി, ഇസ്സഖാർ, സെബുലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ബെന്യാമീൻ, തൻ്റെ മക്കൾ എഫ്രൈം, മനശ്ശെ, എല്ലാവരെയും അടുക്ക വിളിച്ചിട്ട് അവരോട് പറയുന്ന അവസാന സന്ദേശം, സമാപന ദൂത്. ഞാൻ മരിക്കാൻ പോകുകയാണ്. ജോസഫ് സഹോദരന്മാരോട് പറയുക, ഞാൻ മരിക്കുക, പക്ഷേ യഹോവ നിങ്ങളെ സന്ദർശിക്കും. അവൻ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് നിങ്ങളെ അവൻ കൊണ്ടുപോകും. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? വാഗ്ദത്ത നാട്ടിലേക്ക്. അതേതാണ്? കനാൻ നാട്. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കണം, എൻ്റെ അസ്ഥികൾ കൂടി നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം. എൻ്റെ അസ്ഥികൾ കൂടി. ജോസഫിൻ്റെ അവസാനത്തെ വാക്കുകളാണത്. അത് പറഞ്ഞിട്ട് ജോസഫ് മരിച്ചു. അവനെ ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത്. മലയാള ബൈബിളിലെ പദം അങ്ങനാണ്, ശവപ്പെട്ടിയിൽ വെച്ചു. കാരണം സാധാരണക്കാരനല്ല മരിച്ചത്. ഫറവോൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊസിഷനുള്ള ഒരു മന്ത്രിയാണ് ജോസഫ്. സിംഹാസനം കൊണ്ട് മാത്രമേ ജോസഫിന് മുകളിൽ ഫറവോനുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ അങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്നത്, ശവപ്പെട്ടിയിൽ വെച്ചു. മോശയുടെ കാലത്ത് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു പോന്നപ്പോൾ മോശ ജോസഫിൻ്റെ അസ്ഥികൾ എടുത്തുകൊണ്ടു പോന്നു എന്ന് ബൈബിൾ പറയുന്നു. ആ അസ്ഥികൾ ഷേഖേമിൽ കൊണ്ടുപോയി മോസസ് അടക്കിയെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ ഒരു ഭക്തൻ്റെ അവസാനത്തെ വാക്കുകൾക്ക് വിലയുണ്ടായിരുന്നു. 147 വയസ്സിൽ മരിച്ച യാക്കോബ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ മക്കളെ എല്ലാം അടുത്ത് വിളിച്ചു. അടുക്കെ വിളിച്ചിട്ട്, ഇത് ഉൽപ്പത്തി പുസ്തകം അവസാനത്തെ അധ്യായം മുതൽ വായിച്ചു വരുമ്പോൾ 48, 49 ചാപ്റ്ററിലാണ് ഓരോ മക്കളെ ഇങ്ങനെ അടുത്ത് നിർത്തി. രൂബൻ, ഷിമിയോൻ, ലേവി, യഹൂദ, ഇസഖാർ, സെബുലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ജോസഫ്, ബെന്യാമീൻ. ഇതാ 12 മക്കൾ, 12 ട്രൈബൽസ്, 12 ഗോത്രങ്ങൾ, ട്രൈബ്സ്. എന്നിട്ട് അവരോട് വരുംകാല ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ താൻ പ്രവചനാത്മാവിൽ എന്ന പോലെയാണ് ചില മക്കളോട് പറയുന്നത്. പക്ഷേ അതിൽ 1-2 മക്കളോട് പറഞ്ഞു വന്നപ്പോൾ അല്പം ബുദ്ധിമുട്ട് തോന്നി. രൂബേനോടും ഷിമയോനോടും ലേവിയോടൊക്കെ അപ്പം പറഞ്ഞപ്പോൾ അല്പം പരുഷമായ വാക്കിലാണ് അപ്പൻ അത് പറയുന്നത്. രൂബേൻ്റെ തലയെ കൈവച്ചിട്ട്, മോനെ നീ മൂത്തവനാ, നീ ബ്ലസ്ഡ് ആകട്ടെ എന്നല്ല പറയണത്.
മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്ന വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ അനുഗ്രഹിക്കപ്പെടുകയില്ല. മലയാള ബൈബിളിലെ പദങ്ങളെ പറയണം കേട്ടോ. പബ്ലിക്കായിട്ടാണ് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത്, മറ്റു മക്കളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി അധിക്ഷേപിക്കുന്നതിന് തുല്യമായി പോയത്. അങ്ങനെ പറയുന്നത് വെള്ളം പോലെ തുളുമ്പുന്നവനെ മക്കളോട് പറയുക, മകനോട് പറയുകയാണ് അപ്പൻ. ശിമയോനോടും ലേവിയോടും പറയുന്നുണ്ട്. മലയാള ബൈബിളിലെ പദം അതുപോലെ പറയാം, നിന്റെ യോഗത്തിൽ ആരും കൂടുകയില്ല. അത് ലളിതമാക്കി പറയുക, അവൻ്റെ മന്ത്രണത്തിൽ കൂടരുതേ എന്ന് വെച്ചാൽ, ജോസഫിനോട് വന്ന് പറഞ്ഞു, നീ ഫലപ്രദമായ വൃക്ഷമാണ്, അകത്തും പടരും പുറത്തും പടരും, ഫലപ്രദമായ മുന്തിരി വള്ളി. ബെന്യാമീനോട് പറഞ്ഞു, നീ കടിച്ചു കീറുന്നൊരു ചെന്നായി. എൻ്റെ ഭാഷ പറഞ്ഞ് 24 hours നിനക്ക് നോൺ വെജ് കഴിക്കാനുള്ള ഭാഗ്യമുണ്ട് എന്നതുപോലെയാണ് പറയുന്നത്. അപ്പം ചിലരോടൊക്കെ അനുഗ്രഹം പറഞ്ഞിട്ട് 2-3 പേരെ മാറ്റി നിർത്തി ഒരല്പവേദനാജനകമാകുന്ന കാര്യം പറയുക. അതിൻ്റെ പുറകിൽ കുറേ ഇൻസിഡൻറ്റുകളുണ്ട്, സംഭവങ്ങളോട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങളെല്ലാം അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഞാൻ ഈ മൈക്കിൽ കൂടി ഇത്രയും പറഞ്ഞപ്പോൾ ബാക്കിയും കൂടി പറഞ്ഞില്ലെങ്കിൽ വചനം പൂർത്തിയാകാത്തതുകൊണ്ട് ബാക്കിയൂടെ പറയാം. മോശയുടെ കാലം വന്നപ്പോൾ മോശ വന്നൊരു ചോദ്യം ചോദിച്ചു, യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരാണ്? അവൻ എൻ്റെ പക്ഷത്തോട്ട് വന്ന് നിൽക്കട്ടെ. അതുവരെ അപ്പൻ്റെ വാക്കുകൾ മുഴുവൻ ചുമന്ന് തലകുനിച്ച് നടന്ന ലേവി ഒരൊറ്റ ഓട്ടായിരുന്നു ദൈവഭാഗത്ത് നിൽക്കുന്ന മോശയുടെ ഭാഗത്തേക്ക്. ഞാൻ എൻ്റെ ചർച്ചിൽ പ്രസംഗിക്കുമ്പം പറയാറുണ്ട്, അപ്പൻ കെട്ടിവെച്ചത് അഴിക്കാൻ അഭിഷിക്തൻ വന്നു. യാക്കോബ് പറഞ്ഞ ഭാരം മുഴുവൻ അവൻ്റെ തലയിരിക്കുക. പക്ഷേ അഭിഷിക്തനായ മോസസ് വന്നപ്പോൾ അപ്പൻ്റെ കെട്ടങ്ങ് അഴിച്ചു കൊടുത്തു. ദൈവമക്കളോട് ഞാൻ പറയാം, മനഃപൂർവ്വം നിങ്ങളെ വാക്ക് പറഞ്ഞ് കെട്ടിയ ആരെങ്കിലും ഉണ്ടേ, നിങ്ങളുടെ കെട്ടഴിക്കാൻ അഭിഷേകത്തിന് കഴിയും. നീ ഗുണം പിടിക്കുകയല്ലെന്നോ നന്മ അനുഭവിക്കുകയല്ലെന്നോ ഒക്കെ കമൻ്റ് പറഞ്ഞ് നിന്നെ ബന്ധിച്ച ഏതെങ്കിലും വ്യക്തികൾ ഭൂമിയിലുണ്ടെങ്കിൽ അവരുടെ തലയ്ക്ക് മുകളിൽ നിന്റെ നന്മ ഉയർന്നു വരുമെന്ന് ഇന്ന് രാത്രി ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ആ കെട്ട് നിങ്ങൾ അനുഭവിക്കേണ്ട, അതിനെ അഴിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് കഴിയും. പഴയ നിയമത്തിൽ പുരോഹിത ശുശ്രൂഷ കൊടുത്തത് ലേവ്യ ഗോത്രത്തിനാണ്. ലേവ്യ ഗോത്രം ആലയത്തിൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ളവരാണ്, ആലയത്തിലെ മിനിസ്ട്രിയാണ്. ആ മിനിസ്ട്രിക്ക് അവർക്കൊരു സ്പെഷ്യലായിട്ടുള്ള ഡ്രസ് കോഡും കൂടി കൊടുത്തു. ഡ്രസ് കോഡ് മലയാള ബൈബിളിലെ പദം അതുപോലെ പറയാം കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. മലയാള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് നീളക്കുപ്പായം, നീല നിലയങ്കി, നടുക്കെട്ട്, അരക്കെട്ട്, യഹോവയ്ക്ക് വിശുദ്ധമെന്നുള്ള നെറ്റിപ്പട്ടം, മാർപ്പതക്കം, ഏഫോദ്, 2 ഷോൾഡറിൽ 2 ചുമൽ ഖണ്ഡങ്ങളിൽ 6 ഗോമേതക കല്ലുകൾ, 6ഉം 6ഉം, അങ്ങനെ 12 ഗോമേതക കല്ലിൽ 12 ഗോത്രപിതാക്കന്മാരുടെ പേരും കൊത്തി. തീർന്നില്ല. ആ നീളക്കുപ്പായത്തിൻ്റെ താഴെ മാതളപ്പഴങ്ങളും പൊന്മണികളും കെട്ടിത്തൂക്കി ലേവ്യ പുരോഹിതൻ നിൽക്കുകയാണ്. ആ നിപ്പ് കണ്ടാൽ തന്നെ ആരും ഒന്ന് സല്യൂട്ട് കൊടുത്തു പോകും. സലാം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലാണ് അവർക്ക് സലാം കൊടുക്കുന്നത്. സല്യൂട്ട് കൊടുത്തു പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പോരാ, ഇവർ ആലയത്തിൽ മിനിസ്ട്രിക്ക് കയറുന്ന സമയം ഇവരെന്തുകൊണ്ടാണ് പോകുന്നറിയോ? മലയാള ബൈബിളിലെ പദം അതുപോലെ പറയട്ടോ. നർബഷ, ഗുൽഗുലു, ഹൽബാനപ്പശ, നിർമ്മല സാമ്പ്രാണി, ഉപ്പ്, ഇത് 5ഉം കൂടി ചേർത്തുണ്ടാക്കിയ സുഗന്ധവർഗം കയ്യിൽ വെച്ചാ ഇവരകത്തോട്ട് കയറുന്നത്. എവിടാ? ടാബർനാക്കിളിൽ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ആ ലേവ്യ പുരോഹിതനെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൻ്റെ ശാപം അല്ലെങ്കിൽ അപ്പൻ്റെ വാക്കിൻ്റെ കെട്ടഴിഞ്ഞപ്പം ദൈവം അങ്ങ് അനുഗ്രഹിച്ചു കൊടുത്തു. എന്നിട്ട് മറ്റാർക്കും ഇല്ലാത്ത ഒരു കുപ്പായം കൂടി അവർക്ക് കൊടുത്തു. വേറെ ആർക്കും അത് ഇടാനും ഒക്കത്തില്ല, ആർക്കും ആ ശുശ്രൂഷ ചെയ്യാനും ഒക്കത്തില്ല.
ഞാൻ എൻ്റെ ജനത്തെ ഒന്ന് ബ്ലസ് ചെയ്യട്ടെ. വർഷങ്ങൾ ചുമന്ന ശാപത്തിൻ്റെ കുരുക്കുകൾ തമ്പുരാൻ അഴിച്ചു കഴിഞ്ഞാൽ നിന്റെ മേൽ ദൈവാനുഗ്രഹം ചുമക്കാൻ ഒരവസരം ദൈവം തരാതിരിക്കത്തില്ല എന്ന് ഞാൻ കൈ ഉയർത്തി ജനത്തെ ബ്ലസ് ചെയ്യും. അല്ല, ഈ ശബ്ദത്തിൻ്റെ റേഞ്ച് ചില സ്ഥലങ്ങളിലുണ്ട്. ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ പാട്ട് ഒരല്പ ദൂരം കേട്ടു. ആ ഏരിയകളിലൊക്കെ വീടുകളിലൊക്കെ ഇരുന്ന് ഈ സുവിശേഷ ധ്വനി കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഈ മണ്ണ് ശാപമുള്ള മണ്ണാണ്. വീടുകൾ പലതും ശപിക്കപ്പെടുന്ന വീടുകളാണ്. അപ്പൻ്റെ അമ്മയുടെയും നാവിൽ നിന്ന് വരുന്ന കഠോരമാകുന്ന ശാപവാക്കുകൾ കേട്ട് മക്കൾ ലൈഫ് ലോങ് ശാപം ചുമന്ന് തകർന്നു പോകുന്ന അവസ്ഥകൾ, അകാല മരണങ്ങൾ, പൈശാചിക മേഖലകൾ മുഴുവൻ വീടുകൾക്കകത്ത് നൃത്തം ചവിട്ടുമ്പോൾ എത്ര പഠിച്ചാലും നല്ല ജോലിയില്ലാതെ, എത്ര നന്മ അനുഭവിച്ചാലും മിച്ചപ്പണം വെക്കുവാൻ യാതൊരു യോഗ്യതയും അനുഭവം അനുവദിക്കാതെ ആരെങ്കിലും ഈ പന്തലിന് പുറത്ത് ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, നിങ്ങൾക്കൊരു സദ്വാർത്തയുണ്ട്. ആ കെട്ടഴിക്കാൻ യേശു എന്ന നാമത്തിനെ കഴിയുകയുള്ളൂ. ലേവ്യ പുരോഹിതൻ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ആ ആൾട്ടറിൽ, ആ പ്രാകാരത്തിൽ നിൽക്കുന്ന സമയം ബാക്കി ഗോത്രങ്ങളെല്ലാം ജോസഫിൻ്റെ അടുക്ക വന്ന് വേണം, ലേവിയുടെ അടുക്കൽ വന്ന് വേണം ആരാധനയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ. ജോസഫാട്ടെ, ബെന്യാമീനാട്ടെ, രൂബേനാട്ടെ, ശിമിയോനാകട്ടെ, യഹൂദയാട്ടെ, ഏത് ഗോത്രം വന്നാലും ശുശ്രൂഷ ലേവിക്കാണ്. അപ്പം ഇവരെല്ലാം വരുമ്പോൾ ഇവരുടെ കയ്യിലൊരു ആട്ടിൻകുട്ടിയുണ്ട്. ആ ആട്ടിൻകുട്ടിയെ നേരെ ലേവിയ പുരോഹിതൻ്റെ കൈ കൊടുത്തിട്ടില്ല. ചോദിക്കും, എന്താ പാപം ഈ ആട്ടിൻകുട്ടിയുടെ മേൽ ചുമത്തേണ്ടത്? പാപമെല്ലാം ഏറ്റുപറഞ്ഞ പാപമെല്ലാം ആട്ടിൻകുട്ടിയുടെ തലയിൽ ചുമത്തി ഭയഭക്തിയോടെ മാറി നിൽക്കുന്ന ജോസഫിൻ്റെ ഗോത്രത്തെ, എഫ്രൈമിൻ്റെ ഗോത്രത്തെ, മനശ്ശയുടെ ഗോത്രത്തെ ഒന്ന് കണ്ടേ. യാഗാർപ്പണമെല്ലാം കഴിഞ്ഞ് ലേവ്യ പുരോഹിതൻ വേണം ഇവരെ ബ്ലസ് ചെയ്യുവാൻ. അപ്പം അനുഗ്രഹിക്കാൻ നേരത്ത് കൈ അങ്ങോട്ട് ഉയർത്തും. എന്നിട്ട് ഒരു പദം പറയും. മലയാള ബൈബിളിൽ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ചിട്ട് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. അപ്പോൾ നീ ഒരു മുന്തിരിവള്ളിയ മതിലിൻ്റെ മീതെ പടരുമെന്നൊക്കെ ജോസഫിനെ കുറിച്ചുള്ള അനുഗ്രഹങ്ങൾ ഉയർന്നു നിൽക്കേ, ഇന്ന് ജോസഫിൻ്റെ തലയിൽ ദൈവാനുഗ്രഹം വരണമെങ്കിൽ ലേവി വഴിയേ വരികയുള്ളൂ. അപ്പൻ കെട്ടിവിട്ടത് അഭിഷേകം അഴിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ദൈവം ഒരു മിനിസ്ട്രി ഏൽപ്പിക്കുകയായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം ഉപസംഹരിക്കുകയാണ്. നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവം, അവൻ്റെ പേരാ യേശു. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറയാമല്ലോ. അങ്ങനെ പഠിച്ച പഴയ നിയമത്തിൽ പലരും മരിക്കുന്നതിന് മുമ്പ് ഒടുവിലായി പറഞ്ഞ വാക്കുകൾക്ക് വാല്യുണ്ട്. ഒരു ദൈവദാസന്റെ അനുഭവം പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. വളരെ പ്രായാധിക്യം ചെന്ന ഒരു ദൈവമനുഷ്യൻ, ഒരായുസ് മുഴുവൻ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വേല തികച്ച ഒരു ദൈവദാസൻ. തൻ്റെ മിനിസ്ട്രി ഒരഭിഷേകത്തിൻ്റെ മിനിസ്ട്രി ആയിരുന്നു. തൻ്റെ കണ്ണ് അടയുന്നത് വരെ താൻ അഭിഷേകത്തിൻ്റെ മിനിസ്ട്രി ചെയ്തു. തൻ്റെ മിനിസ്ട്രിയുടെ സ്പെഷ്യാലിറ്റി എന്തെന്ന് ചോദിച്ചാൽ, താൻ കൈവച്ചാൽ എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകത്തെ നിറയുമായിരുന്നു. 2, താൻ പ്രവചനാത്മാവിൽ നിറഞ്ഞ ഒരു ദൈവദാസനായിരുന്നു. കൃപാവര ശുശ്രൂഷ താൻ നന്നായി ചെയ്തു, അവസാന ശ്വാസം വരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം വന്നപ്പോൾ തനിക്ക് ഞാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പ്രീച്ച് ചെയ്യാൻ, പ്രസംഗിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് താൻ ഇരിക്കും. ഒരു ചെയർ കൊണ്ട് കൊടുത്തിട്ട് തന്നെ അവിടെ ഇരുത്തും. താൻ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കും. താൻ ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുമ്പോഴും ജനത്തിൽ ദൈവശക്തി ഇറങ്ങും.
അപ്പം ദൈവശക്തി ഇറങ്ങുമ്പോൾ ആ അപ്പച്ചൻ, ആ പ്രായമുള്ള ആ ദൈവദാസൻ, ഞങ്ങൾ കേരളത്തിൽ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ അതിന് കുഴപ്പമില്ലല്ലോ, ഇവിടെ അങ്ങനെ തന്നെയാണോ? അർത്ഥമല്ല, സെയിം ആണല്ലോ. സെയിം. താത്ത, ആമേൻ. ക്ഷമിക്കണം കേട്ടോ, ഞാൻ പേടിച്ചാ ഇവിടെ നിൽക്കണേ. എൻ്റെ ജീവിതത്തിൽ 30 വർഷത്തിൽ ഇതുപോലെ ഞാൻ പേടിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രായമുള്ള പിതാവ് ദൈവശക്തി വരുമ്പോൾ താൻ ചാടി എഴുന്നേക്കും. ദൈവശക്തി ഇറങ്ങിയാൽ ആർക്കിരിക്കാൻ തോന്നും? ദൈവശക്തിയെ അറിഞ്ഞവരാരേലും ഇതിൻ്റെ അകത്തോണ്ട് ഒരല്ലേലൂയ പറഞ്ഞേര് ദൈവത്തെ. പ്രൈസ് ഗോഡ്. തൻ്റെ ലാസ്റ്റ് മീറ്റിംഗ് ഇതുപോലെ ജനം വന്നിരുന്നു. അദ്ദേഹം ഇരുന്നു കൊണ്ട് പ്രസംഗിക്കുക. പ്രസംഗത്തിൽ ദൈവശക്തി ഇറങ്ങി, ജനമെല്ലാം ആരാധിക്കുകയാണ് ആത്മാവിൽ. പെട്ടെന്ന് ഒരു സഹോദരി, ഒരു സിസ്റ്റർ, അവിടെ മേൽ ദൈവാത്മാവ് തൊട്ട് അവൾ പ്രവചനവരത്താൽ നിറഞ്ഞു, ദീർഘദർശന ആവിയാൽ നിറഞ്ഞു. അവൾ ചാടി എഴുന്നേറ്റ് സഭയോട് പ്രവചിക്കാൻ തുടങ്ങി, കർത്താവിൻ്റെ ആലോചന പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നിന്ന ഈ പിതാവിൻ്റെ ശരീരത്തിന് ക്ഷീണം തോന്നി. അവിടെ വന്നിരുന്നു, പോയിരുന്നു. എന്നിട്ട് ചർച്ചിലെ പാസ്റ്ററോട് പറഞ്ഞ്, എനിക്കൊരു ക്ഷീണം വരുന്നു, ആ സിസ്റ്ററോട് പറ പ്രവചനം നിർത്തണ്ട, സഭയോട് ആലോചന പറയാൻ പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർ സഭയോട് ആലോചന പറയുമ്പോൾ ഈ പിതാവിൻ്റെ ശരീരം അങ്ങ് വിയർക്കാൻ തുടങ്ങി. ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെ പെട്ടെന്ന് ആ പാസ്റ്റർക്ക് മനസ്സിലായി നല്ല വീക്കായിക്കൊണ്ടിരിക്കുക. സ്റ്റേജിലെ പാസ്റ്റർമാർ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് കൊണ്ടുപോയി കാറിൽ കയറ്റി. ബാക്ക് സീറ്റിൽ പാസ്റ്റർ ഇരുന്നു. തൻ്റെ കൈത്തണ്ടയിൽ ഇങ്ങനെ ആ അപ്പച്ചനെ, ആ താത്തയെ, ആ പിതാവിനെ കിടത്തി. ആ കാർ ഇങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആ സിസ്റ്റർ ദൈവശബ്ദം അറിയിക്കുക, ഒരു തലമുറ പോകുന്നു, അടുത്ത തലമുറ വരുന്നു. അടുത്ത തലമുറയെ എഴുന്നേൽപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ സഭ വംശനാശം നേരിടും. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ തലമുറ കർത്താവിൻ്റെ വേലയിൽ വരണം. നമ്മുടെ തലമുറ ദൈവസഭയിൽ നിറയണം. ഇല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മുടെ സഭ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്ത തലമുറയെ നമ്മൾ ഉള്ളപ്പോൾ തന്നെ ലിഫ്റ്റ് ചെയ്യുക. നമ്മൾ മരിച്ചതിന് ശേഷം വന്നോളുവെന്ന് പറഞ്ഞിരിക്കാൻ നമുക്കൊക്കത്തില്ല. പൗലൂസ് ഉള്ളപ്പോൾ തന്നെ ഒരു ശീലാസ്, പൗലൂസ് ഉള്ളപ്പോൾ തന്നെ ഒരു തിമോത്തി. ഹല്ലേലൂയ. ആ ദൈവദാസനുമായിട്ട് ആ വാഹനം ഇങ്ങനെ വളരെ വേഗം ആശുപത്രിയിലേക്ക്, ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആ അപ്പച്ചൻ, ആ താത്ത, ആ പിതാവ് പറയുക, ഞാൻ ഒരായുസ് മുഴുവൻ എൻ്റെ യേശുവിനെ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ഒരായുസ് മുഴുവൻ യേശുവിനെ പ്രസംഗിച്ചു. ഞാൻ എന്നും എൻ്റെ മിനിസ്ട്രി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞാൻ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാനിരിക്കും. അപ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. അത് പാടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുന്നത്. ഇപ്പം എനിക്കത് പാടാനുള്ള ഊരില്ല, വീക്കായിപ്പോയി ബോഡി. ഒന്ന് പാടിത്തരാമെങ്കിൽ ഞാനൊന്ന് ഉറങ്ങാമായിരുന്നു. ചോദിച്ചു, ഏത് പാട്ടാണ്? ഒരു പഴയ പാട്ടാണ്, മലയാളത്തിലുള്ളൊരു പഴയ പാട്ട്. എത്ര മാധുര്യം അവൻ നാമം എനിക്ക് പാർത്താൽ, ഓർത്തു വരും തോറും എൻ്റെ ആർത്തി മാഞ്ഞു പോകുമേ. യേശു എന്നടിസ്ഥാനം, ആശ അവനിൽ അത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും.
അപ്പം ആ ദേവദാസൻ ആ പാട്ട് പാടാൻ തുടങ്ങി. ഒരു വരി ഞാനും പാടാം. എത്ര മാധുര്യമവൻ നാമം എനിക്കു പാർത്താൽ, എത്ര മാധുര്യമവേ നാമം എനിക്കു പാർത്താൽ, ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നേ, ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നേ. എത്ര മധുരമാവേ നാമം എനിക്കു പാർത്താൽ, എത്ര മാധുര്യമാവേ നാമം എനിക്കു പാർത്താൽ, ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നേ, ഓർത്തു വരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നേ. വെക്കം തൻ മണവാട്ടി ആക്കിടും എന്നെ അന്ന്, വെക്കം തൻ മണവാട്ടി ആക്കിടും എന്നെ അന്ന്, വാക്കുണ്ടെനിക്കു തന്നെ നീക്കമില്ലാതീനോട്ടു, വാക്കുണ്ടെനിക്കു തന്നെ നീക്കമില്ലാതീനോട്ടു. വെക്കം തൻ മണവാട്ടി ആക്കിടും എന്നെ അന്ന്, വെക്കം തൻ മണവാട്ടി ആക്കിടുമെന്നെ. വാക്കുണ്ടെനിക്കു തന്നെ നീക്കമില്ലാതീനോട്ടു, വാക്കുണ്ടെനിക്കു തന്നെ നീക്കമില്ലാതീനോട്ടു. യേശുയാൽ നാടിസ്ഥാന ആശയവനിലത്രേ, യേശുയാൽ നാടിസ്ഥാന ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനു, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനു. ഇങ്ങനെ പാടിക്കൊണ്ട് പോയതാ. പാടിയ വഴിയിൽ ആ പാസ്റ്റർ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പച്ചനെ. ഏത് വരി പാടിയപ്പെടാന്നറിയില്ല, ആ പ്രാവ് പറന്നുപോയി, ആ ആത്മാവ് പറന്നുപോയി. ഞാൻ ദൈവമക്കളോട് പറയുന്നു, അവൻ്റെ വരവിന് ഒത്തിരി കാലം താമസം ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്നത് ജയത്തോടെ ആയിരിക്കണം. എന്നോട് പറയുന്നതിൻ്റെ മലയാളം അർത്ഥം മനസ്സിലാകാതെ പോകല്ലേ, സോറി. അവൻ്റെ വരവിന് കുറച്ചുകൂടെ താമസം ഉണ്ടെങ്കിൽ, നമുക്കൊരു മരണമുണ്ടെങ്കിൽ ആ മരണം ജയോത്സവമായിരിക്കണം. ഒന്നുകിൽ പാടിക്കൊണ്ടിരിക്കുമ്പം പറക്കണം, ഇല്ല പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം പറക്കണം. ഹല്ലേലൂയാ, കം ഓൺ, ഹല്ലേലൂയാ. നമ്മുടെ അടക്കം എത്ര നന്നായിരിക്കുന്നു എന്നുള്ളതിലല്ല വിഷയം. അടക്കാരാധന എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അടക്കാരാധന എത്ര നല്ലതാണ് എന്നുള്ളതിനേക്കാളും വലിയതാ കണ്ണടയുമ്പം നമ്മുടെ അന്ത്യം നല്ലതാണോ എന്ന്. അടക്കത്തേക്കാൾ നല്ലതാണ് അന്ത്യം. അടക്കം ഗംഭീരമാണെന്നറിഞ്ഞിട്ടല്ല സ്വർഗം തുറക്കണേ, കണ്ണടയുമ്പം നീ കൃപയിലാണോ? ഹല്ലേലൂയാ. നല്ല ഒരു അന്ത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പഴയ നിയമ ഭക്തന്മാർ മരിക്കുമ്പോൾ അവസാനമായി പറഞ്ഞ വാക്കുകൾക്ക് മക്കളോ സഹോദരങ്ങളോ വില കൽപ്പിച്ചെങ്കിൽ, ഇപ്പം നമ്മൾ വായിച്ച വാക്യം, നസറായനായ യേശു കാൽവറിയിൽ നരകുലത്തിൻ്റെ പാപത്തിനു വേണ്ടി സ്വന്തം തോളിൽ തല ചായ്ച്ച് മരിക്കുന്നതിന് മുമ്പ് താൻ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് രാത്രി നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്.
നമ്മൾ വായിച്ച വാക്യം 5-ാമത്തെ മൊഴിയാണ്. യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് അറിവില്ലാത്തവരായിട്ട് ആരും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ ക്രൂശിനെ കുറിച്ചാണ് സംസാരിച്ചത്. യേശു കാൽവറി ക്രൂശിൽ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് പറഞ്ഞ 1-ാമത്തെ മൊഴി ലൂക്കോസ് വിശേഷം 23-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ പ്രഥമമായ ആ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 34, 23-34 കരങ്ങളിൽ ആണി ആഴ്ന്നിറങ്ങുമ്പോൾ യേശു അവിടെ കിടന്നുകൊണ്ട് പറയുന്ന ആദ്യത്തെ പദം, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ പദങ്ങൾക്ക് ഭയങ്കര മൂല്യമാണ്, ഭയങ്കര അർത്ഥവത്താണ്. കാര്യം, ക്രൂശിക്കുന്ന കുറെ റോമ സോൾജിയേഴ്സ് അവിടെയുണ്ട്, പിന്നെ കുറെ യഹൂദ ചേവകർ അവിടെയുണ്ട്. തൊട്ടു മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ അവിടെ നിങ്ങൾക്ക് കാണാം. ഇടവും വലവും 2 കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ നടുവിൽ വെച്ച് യേശു കർത്താവ് പറയുന്ന ആദ്യത്തെ മൊഴിയാണ് ലൂക്കോസ് 23:34 പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എല്ലാവരും ചേർന്ന് പറ, ക്ഷമിക്കണമേ. സത്യത്തിൽ അവിടെ നിൽക്കുന്ന യഹൂദന്മാർക്ക് ഈ ഒരു പദം വളരെ പ്രധാനപ്പെട്ടതാ. കാര്യം, ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാര്യം, കൊച്ചുനാളിൽ ഒരു യഹൂദൻ വളർന്നു വരുമ്പോൾ അവൻ്റെ അപ്പനമ്മമാർ അവനെ പഠിപ്പിക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലെ കുറെ ധർമ്മശാസ്ത്രങ്ങളാണ്. അവന് പഠിക്കാൻ പ്രായമുള്ള സമയം മുതൽ അവൻ പഠിക്കുകയും പറയാൻ നാവ് വഴങ്ങുന്ന സമയം മുതൽ അവൻ പറഞ്ഞു ശീലിക്കുകയും ചെയ്യുന്ന കുറെ പദങ്ങളുണ്ട്. മലയാള ബൈബിളിലെ പദം അതുപോലെ പറയാം. കണ്ണിന് പകരം കണ്ണ്, ജീവന് പകരം ജീവൻ, ആസ്തിക്ക് പകരം ആസ്തി, ചോരയ്ക്ക് പകരം ചോര. ഇതാ കൊച്ചുനാളിൽ യഹൂദൻ പറഞ്ഞു പഠിക്കണേ. അപ്പൊ കൊച്ചുനാളിലെ അവൻ്റെ അകത്ത് ആ ജുഡായിസം റിവഞ്ചാണ്. റിവഞ്ച് എന്നുവെച്ചാൽ എന്താണ്? പ്രതികാരം. ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ 2 അങ്ങോട്ട് പറഞ്ഞിരിക്കും, ഇങ്ങോട്ട് 2 പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് 4 മിനിമം പറഞ്ഞിരിക്കും, ഇങ്ങോട്ട് 4 പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് 8 പറഞ്ഞിരിക്കും. ഇല്ലാതെ എനിക്ക് ഫുഡ് ഇറങ്ങുകയില്ല. ഇന്നും മോശയുടെ ധർമ്മശാസ്ത്രം അതുപോലെ സ്വീകരിച്ചിരിക്കുന്ന അച്ചാച്ചന്മാരുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. കോപമില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. പക്ഷേ കോപിച്ചാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പകരം വീട്ടൽ യേശുവിനുള്ളതല്ല, ക്ഷമ അതാ യേശുവിനുള്ളത്. അപ്പോ ജീവന് പകരം ജീവൻ എന്ന് പറയുന്ന തത്വശാസ്ത്രം സ്വന്തമായി സ്വീകരിച്ച യഹൂദന്റെ കാതിൽ ആദ്യമായി എത്തിയിരിക്കുന്ന ഒരു ശബ്ദമാണ് ക്ഷമിക്കണമേ. എന്നാ പവറാന്നറിയാമോ ക്ഷമയ്ക്കുള്ളത്? നീ ക്ഷമിച്ചാൽ നീ സൗഖ്യമാകും. നീ ക്ഷമിച്ചാൽ ദൈവാനുഗ്രഹം നിന്റെ മേലുണ്ടാകും. ഓർത്ത് വെച്ച് പകരം വീട്ടുന്ന പൈശാചിക ശക്തിയുടെ ഏജൻസിയായി മനുഷ്യൻ മാറരുത്. അത് പാമ്പിന്റെ മാർഗമാ. ഓർത്ത് വെച്ച് കൊത്തുക ചെയ്യരുത്. എവിടെ ക്ഷമിക്കാൻ തയ്യാറാകുമോ അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാകും. അത് അകത്താണേലും പുറത്താണേലും, ദൈവമക്കളാണേലും അല്ലാത്തവരാണേലും ക്ഷമയ്ക്ക് ഭയങ്കര വാല്യമുണ്ട്. യേശു എന്താ പറഞ്ഞേ? ഒരു കന്നത്തടിക്കുന്നവന് നിന്റെ മറുകന്നം കൂടി കാണിച്ചു കൊടുക്കുക. 1 നാഴിക പോകാൻ ചോദിക്കുന്നവനോട് 2 നാഴിക കൂടെ പോവുക. ഹല്ലേലൂയ. യേശുവിൻ്റെ മാർഗം അതുപോലെ കാണിച്ചു കൊടുക്കുന്നവർക്കായി സ്വതന്ത്രം. എൻ്റെ കൂടെ ഒരു അങ്കിളുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യുന്ന, 74 വയസ്സ് പ്രായമുണ്ട്, 74.
ഈ പ്രായത്തിൽ ഉത്തരേന്ത്യയിൽ വട ഇന്ത്യയിൽ എൻ്റെ കൂടെ വേലയ്ക്ക് വരും. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് സാമുവേൽ എന്നാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കന്നത്തിനിട്ട് അടിച്ചു. പറഞ്ഞ ആ മനുഷ്യൻ ആ യൗവനക്കാരനോട് പറഞ്ഞു, മോനെ നീ എൻ്റെ ഈ കന്നത്തും കൂടി അടിക്ക്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്ത്യാനികൾ ഇന്ന് ഭൂമിയിലുണ്ടല്ലേ, വിശുദ്ധന്മാർ ഇന്നും ഭൂമിയിലുണ്ട്, യേശുവിനെ അതുപോലെ കാണിച്ചു കൊടുക്കുന്നവർ ഇന്നും ഭൂമിയിലുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവരോട് ക്ഷമിക്കണമേ. സ്വന്തം പുത്രനെ ആദരിക്കാതെ ക്രൂശിനു വേണ്ടി പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. പിതൃസവിധേ, പുത്രൻ സഹിച്ച വേദന ചെറുതല്ല, വലുതായിരുന്നു. ഒടുവിൽ കരങ്ങളും കാലുകളും ആണിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആണി ആഴ്ന്നിറങ്ങുമ്പോൾ സാധാരണ ക്രൂശിക്കപ്പെടുന്നവർ പരിഹാസവാക്കുകളും സഭ്യമല്ലാത്ത പദങ്ങളും ഉപയോഗിച്ച് കേട്ട റോമൻ സോൾജിയേഴ്സ് അവർ അതിശയിച്ചു കാണും. തലയിൽ മുൾക്കിരീടം അടിച്ചു കയറ്റി പുറം മുഴുവൻ ചാട്ടവാറുകൊണ്ട് തല്ലി കീറി കരങ്ങളിലും കാലുകളിലും ആണികൾ ആഴ്ന്നിറങ്ങുമ്പോൾ സഭ്യമല്ലാത്ത പദങ്ങൾ പറയാൻ ചാൻസ് ഉള്ള ക്രൂശിക്കപ്പെടുന്ന വ്യക്തിയുടെ നാവിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ടു പഴകിയ റോമൻ പടയാളികൾ ഞെട്ടിത്തരിച്ചു കാണും. ഇതുവരെ എങ്ങു നിന്നും കേൾക്കാത്തൊരു വോയിസ്, ക്ഷമിക്കണമേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനാണ്. ഞാൻ ആ ക്ഷമയുടെ ആഴം തിരിച്ചറിഞ്ഞവനാണ്. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. അധികം ക്ഷമിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കും. ഒന്നുകൂടെ ഞാൻ ആ വചനം പറയുന്നു. മലയാള ബൈബിളിലെ പദം അങ്ങനെ പറയുക, അധികം ഇളച്ചു കിട്ടിയവൻ അധികം അവനെ സ്നേഹിക്കും. ഉലകത്തിൽ ആർക്കും കൊടുത്തു വീട്ടാൻ കഴിയാത്ത പാപത്തിൻ്റെ കടം കൊടുത്തു വീട്ടിയവനല്ലേ യേശു? എൻ്റെയോ നിങ്ങളുടെയോ തറവാട് മുഴുവൻ തൂക്കി വിറ്റാൽ നാം ചെയ്ത പാപത്തിൻ്റെ കടം വീട്ടാൻ കഴിയാതിരുന്നപ്പോൾ സകല പാപവും നമ്മോട് ക്ഷമിച്ച് തൻ്റെ പുത്രൻ്റെ ചോരയാൽ നമ്മെ കഴുകി വെടിപ്പാക്കി കുഞ്ഞാടിൻ്റെ രക്തത്താൽ അങ്കി അലക്കി വിശുദ്ധമാക്കി നമ്മെ മകനും മകളുമാക്കി തീർത്ത നമ്മുടെ കർത്താവിന് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമല്ലോ. ഞാൻ എപ്പോഴും എൻ്റെ ചർച്ചിൽ പറയും, ക്ഷമിക്കാതെ കർത്താവിൻ്റെ മേശയിലേക്ക് കൈനീട്ടാൻ നമുക്ക് അനുവാദമില്ല. പക വെച്ചുകൊണ്ട്, പിണക്കം വെച്ചുകൊണ്ട് നമുക്കൊരു കാരണവശാലും കർത്താവിനെ സേവിപ്പാൻ അനുവാദമില്ല. ഒരു കാരണവശാലുമില്ല. അത് ഞങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും ക്ഷമിച്ചേ മതിയാകുകയുള്ളൂ. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 70 വട്ടം എണ്ണിക്കൂട്ടിയ 10,490 പ്രാവശ്യം ക്ഷമിക്കണം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? റിവെഞ്ച്, തിരിച്ചടിക്കാൻ നമുക്ക് അനുവാദമില്ല, തിരിച്ച് സംസാരിക്കാനും നമുക്ക് അനുവാദമില്ല. നിങ്ങളെന്നോർത്തെ, 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിന് പകരം നമ്മളാ ഉയർത്തെഴുന്നേക്കുന്നെങ്കിൽ നമ്മൾ അപ്പം തന്നെ ആദ്യം പീലാത്തോസിനെ കാണാൻ പോകും. പീലാത്തോസിനെ പോയി കണ്ടിട്ട് നമ്മളവിടെ ചെന്ന് നമ്മുടെ ശൈലിയിലങ്ങ് പറയാം കേട്ടോ, വണ്ടി ഓടിച്ച് നേരെ നിന്ന് ഹോൺ ഓടിച്ചിട്ട്, ഹലോ സാർ പീലാത്തോസ്, ഞാനാ യേശു. നീയേ കുറച്ച് ദിവസം മുമ്പ് എന്നോട് ചെയ്തതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇപ്പത്തെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക, മനസ്സിലായോ? അതല്ല യേശു. യേശു കാണാൻ വെയിറ്റ് ചെയ്തത് പീലാത്തോസിനെ അല്ല, മറിയയായിരുന്നു. പ്ലീസ്, നമ്മുടെ ഹൃദയം അങ്ങനെയായി മാറട്ടെ. പകരം വീട്ടൽ നമുക്കുള്ളതല്ല, അത് പിശാചിനുള്ളതാ. വേണ്ട, ക്ഷമിക്കാനുള്ള ഹൃദയം എന്നോട് ചേർന്ന്
കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എന്നോട് ചേർന്ന് ദൈവമക്കൾ ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളോട് നീ ക്ഷമിച്ച ആ ക്ഷമ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഇന്ന് രാത്രി എവിടെയെങ്കിലും ക്ഷമിക്കാൻ കഴിയാതെ കൂടപ്പിറപ്പുകളോടോ സഹോദരങ്ങളോടോ അയൽവാസികളോടോ ആമേൻ കൂടെ ജോലി ചെയ്യുന്നവരോടോ സഭയിലെ ദൈവമക്കളോടോ ദൈവദാസന്മാരോടോ എവിടെയെങ്കിലും ആരോടെങ്കിലും ഒരു ക്ഷമ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി കൺപോളകൾക്ക് ഉറക്കം വരുന്നതിന് മുമ്പേ, കർത്താവേ, ഞാൻ ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ചിരിക്കും എന്ന് ഇന്ന് രാത്രി നിർബന്ധമായി കർത്താവിനോട് പങ്കുവെക്കാൻ പറ്റുന്നവരുടെ കരം ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉയർന്നിരിപ്പുണ്ട്. ഇന്ന് രാത്രി എൻ്റെ കൈ ഉയർത്തി ഞാൻ ഈ ജനത്തെ ആശീർവദിക്കുന്നു. ക്ഷമിക്കുക. രണ്ടാമത്തെ മൊഴി അതേ അധ്യായം, ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം 43-ാമത്തെ വചനം. 43-ാമത്തെ വചനം. യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ നിന്നോട് സത്യമായി പറയുന്നു. യേശു കാൽവറിയിൽ വെച്ച് പറഞ്ഞ രണ്ടാമത്തെ മൊഴിയാണ് 23:43 വായിച്ചത്. യേശു കർത്താവിൻ്റെ ക്രൂശിന് അപ്പുറയും ഇപ്പുറയും രണ്ട് കള്ളന്മാർ ക്രൂശിക്കപ്പെട്ടു. ബൈബിൾ പറയുന്നു, അവർ രണ്ടുപേരും യേശുവിനെ നിന്ദിച്ചു. രണ്ടുപേരും. എന്നാൽ അതിൽ ഒരുവൻ, ഏത് വർഷത്തെ കള്ളനാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഒരാൾ അനുതപിച്ചു. വർഷമല്ലല്ലോ വിഷയം, അനുതാപമല്ലേ. താൻ അനുതപിച്ചതിന് ശേഷം ആദ്യമായി മറ്റേ കള്ളനോട് സംസാരിക്കുകയാ. എന്താണെന്നറിയാമോ? നമ്മൾ രണ്ടുപേരും ഒരേ ശിക്ഷയ്ക്ക് അർഹരാണ്. പക്ഷേ ഈ സൈഡിൽ, ഈ നടുവിൽ കിടക്കുന്ന, ക്രൂശിൽ കിടക്കുന്നവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാ കാഴ്ചപ്പാടാണല്ലേ. ഇത്രയും കാഴ്ചപ്പാടുള്ള ഇവൻ എങ്ങനെയാ കള്ളനായി മാറിയതെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇവൻ കള്ളനാണേലും യേശു തെറ്റ് ചെയ്യാത്ത ആളാണെന്നുള്ള കാഴ്ചപ്പാട് ഇവനുണ്ട്. പിന്നെ ഇവൻ എങ്ങനെയാ കള്ളനായി മാറിയത്? അതോ എല്ലാ കള്ളന്മാർക്കും ഇത് അറിയാവോ? ഹല്ലേലൂയാ. എന്നിട്ട് യേശുവിനോട് ഇവൻ വിളിക്കുക, ഗുരു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. മറ്റേ കള്ളൻ എന്നാ പറഞ്ഞേ? നീ ദൈവപുത്രനാണെങ്കിൽ ആദ്യം നിന്നെ രക്ഷിച്ചിട്ട് ഞങ്ങളെയും കൂടി രക്ഷിക്കണം. മറ്റേ കള്ളൻ എന്താ പറഞ്ഞേ? നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെയും കൂടി ഓർക്കണം എന്നാണോ? കൂട്ടുമന്ത്രിസഭ ദൈവത്തിനില്ല. രക്ഷ വ്യക്തിപരമാണ്. നിനക്ക് രക്ഷപ്പെടണോ? വീട്ടുകാരെ കൂട്ടുപിടിക്കരുത്. നീ ഇരിക്കുന്ന ഇരിപ്പിൽ ഒറ്റയ്ക്കിരുന്ന് യേശുവിനെ വിളിക്കണം. യേശുവേ, നീ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ മരിച്ചു. വീട്ടിൽ മറ്റാരെങ്കിലും യേശുവിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഞാനും സ്വീകരിക്കാം. അങ്ങനെയല്ല ബൈബിൾ പറയുന്നേ. രക്ഷ വ്യക്തിപരമാ. സ്നാനം നീ ഒറ്റയ്ക്ക് ഇറങ്ങി വരണം. അത് പാസ്റ്ററിൻ്റെ നിർബന്ധമല്ല, നിന്റെ ഉള്ളിൽ തോന്നണം. അത് നീ തന്നെയാ പറയേണ്ടത്. എനിക്ക് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ന്യായവിധി നാളിൽ കർത്താവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഹോൾ ചർച്ചിനെ ഒരുമിച്ച് വിളിച്ചിട്ടല്ല ജഡ്ജ്മെന്റ്, ഇൻഡിവിഡുവലായിട്ടാണ് ജഡ്ജ്മെന്റ്. ഒറ്റയ്ക്ക് നിൽക്കണം അവൻ്റെ മുമ്പിൽ. രാത്രി ഇവിടെ പ്രസംഗിക്കുന്ന ഞാൻ അവൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കണം. ഈ മേടയിലിരിക്കുന്ന അഭിഷിക്തന്മാർ ഒറ്റയ്ക്ക് അവൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം. ഞങ്ങൾ അക്കൗണ്ടബിൾ സെർവൻറ്റുകളാണ്, കണക്ക് കൊടുക്കേണ്ട വേലക്കാരാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം അവൻ്റെ മുമ്പിൽ നിന്നേ പറ്റൂ. ആർക്കും അവിടെ ഒന്നും പറയാൻ അനുവാദമില്ല. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ചർച്ചിലെ വിശ്വാസിയെ ഞങ്ങളുടെ ചർച്ചിൽ എന്തെല്ലാം കാര്യം ചെയ്തെന്നറിയാമോ? ഫുഡ് സെർവ് ചെയ്ത ആളാണ്, അതാണ്, ഇതാണ്. ഇതൊന്നും അവിടെ വിലപ്പോകത്തില്ല. ഒറ്റയ്ക്ക് അവൻ്റെ മുമ്പിൽ നിന്നേ പറ്റുകയുള്ളൂ. നിരാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടി ഓർക്കണം. ഉടനെ യേശു എന്താ പറഞ്ഞേ? യേശു അവനോട് പറയുക, മകനെ കള്ള, നീ ഒരു ആയുസ് മുഴുവൻ കള്ളത്തരം ചെയ്ത്
നീ അനുഭവിച്ച ശിക്ഷ, നിനക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ നിനക്ക് കിട്ടി. അത് നീ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നീ ഇത്രയെങ്കിലുമൊക്കെ അനുഭവിച്ചല്ലോ, അതുകൊണ്ട് മോനെ നീ സമാധാനത്തോടെ അങ്ങ് മരിക്ക്. ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയ നിൻ്റെ കാര്യം ഞാൻ മൈൻഡ് ചെയ്യാം. ഇപ്പം നീ സമാധാനത്തോടെ അങ്ങ് മരിക്ക് എന്നാണോ യേശു പറഞ്ഞേ? അല്ല. പീലാത്തോസേ, ഒറിജിനൽ ജഡ്ജ്മെൻ്റ് കാണണമെങ്കിൽ കാൽവറിയിലേക്ക് നോക്കണം. ഒറിജിനലായ ന്യായവിധി. ഇവൻ കള്ളത്തരം ചെയ്തതിന് ശേഷം ശിക്ഷ അനുഭവിക്കുക. പക്ഷേ ആ ശിക്ഷ അനുഭവിച്ച് മരിക്കുന്നതിന് മുമ്പ് അവൻ യേശുവിനെ വിളിക്കുകയാണ്. സഹോദര, സഹോദരി, നിന്റെ പാപം എത്ര കടുംചുവപ്പാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാക്കു പറഞ്ഞ ഒറ്റയാളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന നസറായനായ യേശുവാണ്. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ആ പാപത്തിൻ്റെ കുറ്റം ഇന്ന് രാത്രി നിന്നോട് ക്ഷമിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവിന് മനസ്സുണ്ട്. കാര്യം ഞങ്ങളുടെ കുറ്റം ക്ഷമിച്ചു തന്നത് യേശുവാകയാൽ, ഞങ്ങളുടെ പാപം ക്ഷമിച്ചു തന്നത് യേശുവാകയാൽ യേശുവിന് മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. വിശ്വസിക്കുന്നവൻ്റെ ദൈവമാണ് യേശു. ക്രിസ്ത്യാനിയുടെ ദൈവമല്ല യേശു, വിശ്വസിക്കുന്നവൻ്റെ ദൈവമാണ് യേശു. ഇന്ന് രാത്രി നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ പേരവൻ ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാ. അതുകൊണ്ട് നീ ആ കാൽവറിയിലേക്ക് നോക്കണം. ഒരു മലയാളം പാട്ടുണ്ട്, ജോസേ പാടാം. കാൽവറി മലമേൽ നോക്കൂ നീ, കാൽവറി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേത്തു. എന്നോട് ചേർന്ന കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കാൽവറി മലമേൽ നോക്കൂ നീ, കാൽവറി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ. ഞാൻ കേരളത്തിൽ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഒരു സഹോദരൻ നൃത്തംപാട് വായിക്കുക. അന്ന് ആ കൺവെൻഷൻ്റെ സ്റ്റേജിൽ നൃത്തംപാടില്ല, ഡ്രം സെറ്റാണ്. കുറേ ഡ്രം ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. ഒരു മനുഷ്യൻ അവിടെ ഇരുന്നുണ്ട്. ഇവന് ഒരു ടി വിയിൽ വായിക്കുന്നവനാണ്. അപ്പോൾ ഇവനിങ്ങനെ അടിക്കുമ്പോൾ ഇവൻ്റെ മുടി ഇങ്ങനെ ആടാൻ വേണ്ടി ഇവനിങ്ങനെ മുടി നീട്ടി വളർത്തി. അപ്പോൾ അന്ന് വായിക്കാനുള്ള ആൾ കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ഇവനെ പിടിച്ചിട്ടതാ. കാരണം അവനൊരു പ്രൊഫഷണൽ വായനക്കാരൻ, വിശ്വാസിയല്ല, ക്രിസ്ത്യാനിയല്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം തൊട്ട പിശാചേ. അന്ന് അവൻ്റെ തലയിലോട്ട് നമ്മൾ മിസൈൽ അയച്ചിട്ടേ അന്നത്തെ പ്രസംഗം തീർക്കുകയുള്ളൂ. നോർമലി നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിവനെ കണ്ടപ്പോൾ മനസ്സിലായി ഇത് മിക്കവാറും ഇവൻ്റെ തലയിൽ മിസൈൽ വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ അകത്തെ ആത്മാവ്, സുവിശേഷാത്മാവ് ഉണർന്നു. ഇന്ന് അവനെ യേശു തൊട്ടാലോ. കാര്യം എൻ്റെ പ്രസംഗ വിഷയം ദാവീദ് ഗോലിയാത്തിനെ എറിഞ്ഞ് വീഴ്ത്തി എന്നുള്ളതല്ല. എൻ്റെ പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ട യേശുവാ. ഹല്ലേലൂയ. ഞാൻ ഈ പാട്ട് പാടിയതാ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും നിന്നുള്ളിൽ നീ, കള്ളമേതും നിന്നുള്ളിൽ നീ,
സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമം മഹത്വം എടുക്കാൻ വേണ്ടി പറയാം. ഇവനിത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ പരിശുദ്ധാത്മാവ് തൊട്ടു. അവൻ്റെ കയ്യിൽ നിന്ന് ആ കോലെല്ലാം തെറിച്ചുപോയി. അവൻ നിലത്തേക്ക് വീഴുകയായിരുന്നു. അവസാനം ഞാൻ ഓടി മൈക്ക് വെച്ച് അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ദേഹത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് അവൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, ഈ പന്തലിൻ്റെ അകത്തുള്ളവരോടല്ല കേട്ടോ, പുറത്തുള്ള ദൈവമക്കൾ സഹോദരങ്ങളോട് പറയുക, യേശു നിന്നെ സ്നേഹിക്കുകയാണ്. യേശു നിന്നെ സ്നേഹിക്കുകയാ. ഈ പന്തലിൽ വന്നിട്ടില്ലെങ്കിലും സാരമില്ല, ഈ ശബ്ദത്തിൻ്റെ പരിധി ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദര, യേശു നിന്നെ സ്നേഹിക്കുകയാ. ഹല്ലേലൂയ. യേശു അവനോട് പറയുക, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും. എന്തൊരു അതോറിറ്റിയില്ല യേശു പറയണേ. ഇവനെന്താ വിളിച്ചേ? ഗുരു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ. അപ്പൊ ഇവനങ്ങ് മനസ്സിലായി യേശു രാജാവായി വരുന്നൊരു കാലമുണ്ടെന്ന്. എങ്ങനെ മനസ്സിലായി? എന്നാ ഞാൻ പറഞ്ഞു, ഇവന് കാര്യമെല്ലാം അറിയാവുന്നവന്, എന്നിട്ടും ഇവൻ കള്ളനായി പോയല്ലോ. സ്തോത്രം. അതോ എല്ലാ കള്ളന്മാർക്കും ഇതൊക്കെ അറിയാവോ? സ്തോത്രം. എങ്ങനെ ഇവൻ അറിഞ്ഞു കാണും? എനിക്കറിയില്ല. പക്ഷേ ആ ക്രൂശിന്റെ ഉയരത്തിൽ അടിച്ചു വെച്ചിട്ടുണ്ട് INRI. ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഹല്ലേലൂയ. അപ്പൊ ഇവൻ വായിച്ചിട്ടാണോ ആവോ എനിക്കറിയില്ല, ഇവന് മനസ്സിലായി ഈ കിടക്കുന്നത് രാജാവാണ്. ഇന്ന് രാത്രി ഇവിടെ വന്ന സഭ ഉറപ്പിക്കണം, നമ്മുടെ കർത്താവ് രാജാധിരാജാവാണ്. രാജാധിരാജാവ്, രാജാക്കന്മാർക്കു മീതെയുള്ള രാജാവ്, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്. രാജാവോം ക രാജാ, പ്രഭുവോം ക പ്രഭു. അവൻ രാജാധിരാജാവാണ്. കരങ്ങൾ ഉയർത്തി അവന് പറയാമൊരു ഹല്ലേലൂയ. ആളെ അറിഞ്ഞുകൊണ്ടൊരു ഹല്ലേലൂയ പറയാം. രാജാവിനെ വരവേൽക്കുന്നത് പോലെ ഒരു ഹല്ലേലൂയ പറയാമല്ലോ. നിങ്ങൾ വീട്ടിൽ ചെന്ന് സംഗീതം 47 വായിക്കണം. ഇപ്പോഴല്ല കേട്ടോ, സംഗീതം 47 അതൊരു റോയൽ സംഗീതമാണ്, രാജകീയ സംഗീതമാണ്. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിൽ കുറച്ച് ടേസ്റ്റിയാണ്. ക്യോങ്കി പരമേശ്വർ സാരേ പൃഥ്വി കാ മഹാരാജാ ഹെ. മലയാളത്തിൽ വളരെ ശക്തമായിട്ട് അത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദൈവം സകല ഭൂമിക്കും മഹാരാജാവാകുന്നു. സകല ഭൂമിക്ക് അവൻ മഹാരാജാവ്. ഒരു രാജ്യത്തിന് പ്രൈം മിനിസ്റ്റർ ഉണ്ടാകും, പ്രസിഡന്റ് ഉണ്ടാകും. ഒരു സ്റ്റേറ്റിന് ചീഫ് മിനിസ്റ്റർ ഉണ്ടാകും. അവർക്കെല്ലാം അതോറിറ്റിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് ഇന്ത്യയിൽ മാത്രമേ അതോറിറ്റി ഉള്ളൂ. അമേരിക്ക ചെന്ന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ വന്നൊന്നും ചെയ്യാനൊക്കത്തില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരേ ഒരു മഹാരാജ, അവൻ്റെ പേരാ, കമാൺ, എത്ര പേർ പറയും? യേശു. സംശയമുണ്ടോ? സംശയമുള്ളത് കൊണ്ടാണോ നിങ്ങളുടെ കര ഉയരാത്തത്? സംശയം ഇല്ലെങ്കിൽ ഉറപ്പിച്ച് കര ഉയർത്തി പറ, യേശു അവൻ സകല ഭൂമിക്കും മഹാരാജാവാകുന്നു. ഇവൻ യഹൂദന്മാരുടെ രാജാവ്. പിന്നെ ഈ കള്ളന്മാർ പിടിക്കപ്പെട്ട് വിസ്താരം എല്ലാം കഴിയുന്ന സമയത്ത് യേശു കർത്താവിനെ പിടിച്ച് യേശുവിനെ വിസ്തരിക്കുക, കോർട്ട് വിസ്തരിക്കുക, പീലാത്തോസിന്റെ കോർട്ട്. അപ്പോൾ ആ കോർട്ടിലെ വിസ്താര സമയത്ത് രാജകീയമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെ, നീ രാജാവാണെന്നും നീ ഇങ്ങനെ വാഹനമേറി വരുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഉടനെ യേശു പറഞ്ഞു, ഉവ്വ്, എൻ്റെ രാജ്യം ഐഹികമല്ല. തീർത്ത് പറയുന്നുണ്ട്, ഈ ഭൂമിയിലുള്ള പരിപാടിക്കല്ല ഞാൻ വന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല. എന്നിട്ട് ഒരു ക്ലോസും കൂടി യേശു പറയുന്നുണ്ട്, എൻ്റെ രാജ്യമെങ്ങാനും ഐഹികമായിരുന്നെങ്കിൽ ഞാൻ പിതാവിനോട് ചോദിക്കുകയും പിതാവ് ദൂതന്മാരെ ഈ മണ്ണിലോട്ട് അയക്കുകയും ചെയ്തേനെ. പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നെങ്കിൽ ഗത്ശമന തോട്ടത്തിൽ വെച്ച് പത്രോസ് വാളെടുത്ത് വെട്ടിയപ്പോൾ
വെൽഡൻ, കൊള്ളാം പത്രോസേ, അങ്ങനെ വേണം, എന്നെ തൊട്ടാൽ വെട്ടണം എന്നല്ല യേശു പറഞ്ഞു. വാള് ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ, വാളുകൊണ്ടല്ല എൻ്റെ രാജ്യം പണിയുന്നേ, സ്നേഹം കൊണ്ടാ പണിയുന്നേ. ഓ ഹല്ലേലൂയ. ആ സ്നേഹം കൊണ്ട് പണിയുന്ന രാജ്യത്തിലെ അംഗങ്ങൾ സ്തുതിക്കാം ദൈവത്തെ. ഇത് വാളുകൊണ്ടോ തോക്ക് കൊണ്ടോ ബോംബ് കൊണ്ടോ അല്ല. ഈ രാജ്യം പണിയുന്നത് ദൈവ സ്നേഹം കൊണ്ട് മാത്രമാണ്. അതല്ല വിൽസൺ പാസ്റ്റർ പാടിയേ, അല്ല അല്ല കുറയാத அன்பு, ருசிக்க ருசிக்க தேவிட்டாத அன்பு, சொல்ல சொல்ல முடியாத அன்பு, என் இயேசுவில் இணையில்லாத அன்பு, என் இயேசுவில் இணையில்லாத அன்பு, அல்ல அல்ல குறையாத அன்பு, ருசிக்க ருசிக்க தேவிட்டாத அன்பு, சொல்ல சொல்ல முடியாத அன்பு, என் இயேசுவின் இணையில்லாத அன்பு, என் இயேசுவின் இணையில்லாத அன்பு. സ്നേഹം കൊണ്ടാണ് അവൻ ലോകത്തെ കീഴടക്കിയത്. അതുകൊണ്ടാ കടൽക്കര വന്നിട്ട് ശിഷ്യവൃന്ദങ്ങളെ സെലക്ട് ചെയ്യുമ്പം ഫോളോ മീ എന്ന് പറഞ്ഞുടനെ വലയെല്ലാം ഇട്ട് പടക് വിട്ട് പോവുക അവൻ്റെ പുറകെ. ഒറ്റ വിളിയാ, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ചോദ്യം പറച്ചിലൊന്നുമില്ല, എല്ലാം ഇട്ടേച്ചു പോന്നു. ഞാൻ കൽപ്പിക്കുക ഇന്ന് രാത്രി കന്യാകുമാരി ഡിസ്ട്രിക്റ്റിനെ നോക്കി അവൻ പറയാൻ പോകുകയാ, ഫോളോ മീ. ഞാൻ വിശ്വസിക്കുന്ന ഒരു ജനത അവൻ്റെ പുറകെ ഓടാൻ പോകുകയാ. പണ്ട് ഹന്നാവും കയ്യഫാവും പറഞ്ഞതുപോലെ ലോകം അവൻ്റെ പുറകെ ആയിപ്പോയി. ആർക്കും തടുക്കാൻ കഴിയാതെ ജനസമുദ്രം യേശുവിൻ്റെ പുറകെ ഓടുന്ന ഒരു എളുപ്പുതലിൻ കാല, ഒരു റിവൈവലിൻ്റെ കാല ഇന്ത്യയിൽ വരുമെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ കരം ചേർത്തടിച്ചു ദൈവത്തിന് നന്ദി പറ. കരങ്ങൾ കൊട്ടി അവന് ഹല്ലേലൂയ പറയാതെ. ഇത് ജോഷുവാവിൻ കാല, ഇത് എളുപ്പുതലിൻ കാല. ഒന്നുകിൽ നീ കേട്ടിട്ട് വിശ്വസിക്ക്, ഇവൻ രാജാവാ. ഇല്ലേ, വായിച്ച് വിശ്വസിക്ക്. INRI. നിനക്ക് വായിക്കാൻ കയ്യിൽ തന്നിരിക്കുക. നീ വായിക്ക്. നീ വായിക്കും തോറും നിന്നോടത് സംസാരിക്കും. വായിച്ചാൽ തിരിച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകം ഉലകത്തിലുണ്ടെങ്കിൽ വിശുദ്ധ തിരുവെഴുത്താണത്, വചനമാണത്. അറിയുക, അവൻ രാജാധി രാജാവാണ്. മൂന്നാമത്തെ വാക്യം. സമയം മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 26, 27 തിരുവെഴുത്തുകൾ പരസ്യമായി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. യേശു കർത്താവിൻ്റെ ക്രൂശിൻ്റെ മുമ്പിൽ അമ്മ മറിയും തന്നേറ്റവും പ്രിയമായി സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനും നിൽക്കുന്നത് കണ്ടിട്ട് മൂന്നാമത്തെ മൊഴി അവിടെ തുടങ്ങുകയാണ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അവിടെ എഴുതിയിരിക്കുന്നത്, ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതെന്താ, മറിയയ്ക്ക് വേറെ മക്കളില്ലേ വീട്ടിൽ നോക്കാൻ? ഉണ്ട്. യാക്കോബ്, യോസെ, യൂദ, ഷിമോൻ, ഇങ്ങനെ 3-4 മക്കളുടെ പേര് ബൈബിൾ പറയുന്നുണ്ട്. എന്തേ അവരാരും വീട്ടിൽ സ്വീകരിക്കാത്ത മറിയനെ? ഒറ്റ കാരണം, പണ്ട് ദൂതൻ വന്നൊരു വിളി, മറിയേ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം.
ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഒരു വിശുദ്ധ പ്രജ ഉണ്ടാകാൻ പോകുകയാ. ഞാനിത് എങ്ങനെ അറിയാനാ? ആൻസർ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ജനിക്കാൻ പോകുന്ന വിശുദ്ധ പ്രജ ഇമ്മാനുവേൽ എന്നറിയപ്പെടും. അവൻ സകല മനുഷ്യൻ്റെയും പാപങ്ങളെ വിടുവിക്കാൻ വരുന്നവനാണ്. ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ നിറവേറട്ടെ എന്ന് പറഞ്ഞ ദൂത് അവൾ സ്വീകരിച്ചു. അവസാനം പരിശുദ്ധാത്മാവ് നിഴലിട്ടു, യേശു ഉരുവായി. സത്യത്തിൽ ഒരു സല്യൂട്ട് കൊടുക്കേണ്ടത് ജോസഫിനാണ്. അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന, പരസ്യമായി ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള റൈറ്റ് എല്ലാം തൻ്റെ ഭാഗത്തുണ്ട്. വിവാഹം നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല. പക്ഷെ യേശു ഉരുവായപ്പോ അവൻ നീതിമാനാകയാൽ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ കർത്താവിൻ്റെ ഇടപെടൽ ശക്തമായിരുന്നു, ചേർത്തുകൊണ്ടു. ഡെലിവറിയുടെ ഡ്യൂ ഡേറ്റ് അല്ല, റൈറ്റ് ടൈം വന്നപ്പോ വഴിയമ്പലത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് മുട്ടി, തുറന്നു. എന്താ? അതെ, ഡെലിവറിയുടെ റൈറ്റ് ടൈമായി, ഒരല്പം ഇടം തരണം. വാതിൽ വലിച്ചടച്ചു. നോ, ഇല്ല. പിറന്നു വീഴാൻ സ്ഥലമില്ലാത്തവനായിരുന്നു യേശു. എവിടെ പിറന്നെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് വാക്കില്ല. പക്ഷെ കിടത്തിയത് പശുത്തൊട്ടിയിലെന്നാ ബൈബിൾ പറയുന്നേ. ഹോ, പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ കേരളത്തിൽ ഒരപ്പച്ചൻ നിത്യതയിലേക്ക് പോയ ഒരു ദൈവദാസൻ എഴുതിയൊരു വരിയുണ്ട്, പാടാൻ സമയമില്ല. അരക്കാശിനും മുതലില്ലാതെ, തല ചായ്പാൻ മണ്ണിൽ സ്ഥലമില്ലാതെ, 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തവന നസറായനായ യേശു. ഞാൻ എൻ്റെ കൊച്ചുനാളിൽ പഠിച്ച പാട്ടുകളിൽ ഒന്നാണത്. കർത്താവേ, നിൻ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ. ജോബ് പാസ്റ്റർ പറഞ്ഞ എൻ്റെ അനുഭവങ്ങളെല്ലാം പറയണമെന്ന് ഭയം കൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം പരസ്യ മീറ്റിംഗ് ആണല്ലോ. ഞാൻ പാസ്റ്ററോട് അത് പറഞ്ഞു, ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞോളാം. എനിക്ക് കൊച്ചുനാളിൽ അപ്പനും അമ്മയും എല്ലാം പെന്തക്കോസിലായതുകൊണ്ട്, ഞാൻ പെന്തക്കോസിൽ ജനിച്ച ആളായതുകൊണ്ട് പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് പാട്ട് പഠിച്ച് കൊച്ചുനാളിൽ ഇങ്ങനെ ബർഗമൻസിൻ്റെ പാട്ടുകളെല്ലാം പഠിച്ച് അവസാനം ഉസിലാംപെട്ടിയിൽ ഞാൻ 2-3 ബസ് മാറി കയറി ഉസിലംപെട്ടിയിൽ പോയി ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്ത്. തമിഴൊന്നും അറിയത്തില്ല എങ്കിലും കർത്താവ് പറഞ്ഞുകൊണ്ട് പോയി വേല ആരംഭിച്ചു, മിനിസ്ട്രി ആരംഭിച്ചു. അവിടെ എഴുമലയിലും അളഗമ്മാപുരത്തും പിന്നെ ശീൽനായ്ക്കൻപെട്ടിയിലും പിന്നെ കുറേ പള്ളപ്പെട്ടിയിലും കല്ലുപ്പെട്ടിയിലും ഒക്കെ വേല ആരംഭിച്ച് ഇന്ന് തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ കൃപയാ മലയാള ദൈവദാസന്മാർ വേല ചെയ്യുന്നുണ്ട്. അതൊന്നും സിറ്റിയിലല്ല, പട്ടണത്തിലല്ല, ഒത്തിരി ഗ്രാമങ്ങൾക്കകത്താണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിന്ന് രാത്രി ഇവിടെ നിന്ന് യേശുവിനെ സ്തുതിക്കുന്നത്. ഭാഷാ വ്യത്യാസം കൂടാതെ ഒരു വലിയ ജനത യേശുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഉള്ളം വെമ്പൽ കൊള്ളുന്ന ദൈവമക്കളുണ്ട്. ഒരു ഹല്ലേലൂയ അങ്ങ് പറ കർത്താവേ. യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് മക്കൾക്ക് അമ്മയെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടല്ലേ യേശു ക്രൂശിൽ വെച്ച് യോഹന്നാന്റെ കയ്യിലേക്ക് അമ്മയെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് നോക്കുമ്പോൾ പന്തല് നിറച്ചു ദൈവമക്കളാണ്, നിറഞ്ഞിരിക്കുക ദൈവമക്കൾ. നാളെ സമാപന രാത്രിയാ, അധികം ആള് നാളെ രാത്രി വരും. എന്നാ പെന്തക്കോസ്തിന്റെ ആരംഭകാലങ്ങളിലൊന്നും ഇത്രയും ജനത്തെ കണ്ടവരല്ല നമ്മുടെ പിതാക്കന്മാർ. അന്നൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യണമായിരുന്നു. കേരളത്തിൽ ഞങ്ങളുടെ ഒരു അമ്മച്ചി വെള്ളത്തിൽ സ്നാനപ്പെട്ടപ്പോൾ ഭർത്താവ് അത് അറിഞ്ഞ് വെള്ളത്തിൽ ചാടി ഇറങ്ങി അമ്മച്ചിയെ ഉപദ്രവിച്ചു. ആ ഉപദ്രവം സഹിച്ച് കരഞ്ഞുകൊണ്ടാണ് അമ്മ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അങ്ങനെ പീഡ അനുഭവിച്ച് യേശുവിന് വേണ്ടി നിന്ന ദൈവമക്കൾ പിതാക്കന്മാർ
അവരിൽ പലരും പറന്നുപോയി. കർത്തൃസവിധേ, കാണാം നമുക്ക് അവൻ്റെ വരവിങ്കൽ കഷ്ടമനുഭവിച്ച് സുവിശേഷത്തിന് വേണ്ടി വില കൊടുത്ത് നെഞ്ചും നെറ്റിയും കാണിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നോ ടേണിംഗ് ബാക്ക്, ഞാൻ പുറകോട്ടില്ല എന്ന് പറഞ്ഞ് നിന്ന ഭക്തന്മാരെ, സിദ്ധന്മാരെ നമുക്കന്ന് അവൻ്റെ അടുക്കൽ വെച്ച് കാണാമെന്ന് ഞാൻ പറഞ്ഞാൽ ആ കരം തട്ടിയൊന്ന് നന്ദി പറയാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറുണ്ട്? കമോൺ. രക്തസാക്ഷികളാം സ്നേഹിതരു സ്വാഗതം ചെയ്യും മഹൽ സദസ്സിൽ യാത്ര ചെയ്യും ഞാൻ. ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയോ. ജീവൻ വച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ളേ റോഷാല് നിത്യഗൃഹ പൂർവപിതാക്കള അപ്പോസ്തല ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ഛേദം എന്നിൽ നീലാഭ അന്യരണ്ണെന്നെ ഈ ലോകമതിൽ ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ എൻ്റെ യേശുവിൻ പന്മുഖം മുത്തിയിടും ഞാൻ. ഓ യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം പറയൂ. ജീവൻ വച്ചിടോ രക്ഷകനാ അന്ത്യശ്വാസം പറയൂ. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി ആദ്യം ഇറങ്ങുമ്പോൾ ഒത്തിരി ത്യാഗം സഹിച്ചവരുണ്ട്. ഞങ്ങളുടെ ഒരു വേല വെസ്റ്റ് ബംഗാളിലുണ്ട്. ബംഗാളിൽ അവിടെ യേശുവിന് വേണ്ടി വന്ന ഒരു പെൺകുട്ടി അവിടെ വീട്ടിൽ നിന്ന് ആദ്യം അവൾ യേശുവിനെ സ്വീകരിച്ചു വന്നതാണ്. അവിടെ അപ്പൻ അവളെ ഒരു മരത്തിൽ കെട്ടിയിട്ട് തല്ലി. നാട്ടുകാർ നോക്കി നിൽക്കേ. എന്നിട്ട് അവിടെ കൈക്കകത്ത് കർപ്പൂരം പോലെയുള്ളതെല്ലാം കൂടി ഇട്ടിട്ട് കത്തിച്ചു. കൈവെള്ളയ്ക്കകത്ത് തീ കത്തി അലറി കരയുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, യേശുവിനെ തള്ളി പറയണം. കൈക്കകത്ത് തീ കത്തുമ്പോഴും അവള് പറഞ്ഞു, നോ, യേശുവാ ദൈവം. കമോൺ. മനസ്സിലായവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്താൽ മതി, സ്തോത്രം ചെയ്താൽ മതി, സ്തോത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. അവിടെ ബോധം പോയ അവസാനം വേദന സഹിക്കവയ്യ. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ ആ കെട്ടൊക്കെ അഴിച്ചു മുറിക്കകത്ത് കൊണ്ടുപോയി. അത്ഭുതകരമെന്ന് പറയട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം വന്ന് നമ്മുടെ കൈ നോക്കുമ്പോൾ തീ കത്തിയ കൈ ആയെന്ന് അറിയത്തില്ല. ഒരു പാട് പോലുമായി കൈക്കകത്തില്ല. ഇന്ന് ആ മകൾ യേശുവിൻ്റെ സേവ ചെയ്യുകയാ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് സുവിശേഷം ഒത്തിരി കളർഫുള്ളാണ്. സുവിശേഷത്തിന് വേണ്ടി ഒത്തിരി ആൾക്കാർ ഈസി ആയിട്ടാണ് ഓടി വരുന്നത്. പക്ഷേ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഉത്തരേന്ത്യയിൽ എങ്ങനെ വേദന അനുഭവിക്കുമോ അതുപോലെ നമ്മുടെ നാട്ടിലും വേദന അനുഭവിച്ച് യേശുവിന് വേണ്ടി നിന്ന ശക്തന്മാരായ ഭക്തന്മാരായിരുന്നു സുവിശേഷത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച കാവൽ ഭടന്മാർ. പറയാനാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സമയം തീരുന്നു. 10 നിമിഷത്തിനുള്ളിൽ ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കാം. കുടുംബങ്ങൾക്കകത്തു നിന്നൊക്കെ ആദ്യമായി വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു ഗുഡ് ന്യൂസ്, സദ്വാർത്ത നിങ്ങളോട് പറയട്ടെ.
ആദ്യമായി മറ്റാരും വിശ്വാസത്തിൽ ഇല്ലാതിരിക്കെ ഒറ്റയ്ക്ക് സധൈര്യം ഈ പുസ്തകത്തിന് സാക്ഷ്യം വഹിപ്പാൻ യേശു എന്ന നാമം ഏന്തി ഇറങ്ങിയ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പഴയ നിയമത്തിൽ മൂത്തപുത്രന്, ആദ്യമുണ്ടായ മകന്, ജ്യേഷ്ഠന് ഒരവകാശമുണ്ട്, ജ്യേഷ്ഠാവകാശം എന്നതുപോലെയാ ആദ്യമായി കർത്താവിലേക്ക് നീ വന്നെങ്കിൽ ഉറപ്പാ നിനക്കൊരു സേവയുണ്ട്, നിനക്ക് കർത്താവിൻ്റെ ഒരു വേലയുണ്ട്, കർത്താവ് നിന്നെ ഏൽപ്പിക്കുന്നൊരു മിനിസ്ട്രി ഉണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റിലെ ജ്യേഷ്ഠാവകാശം എന്നതുപോലെ പുതിയ നിയമത്തിൽ കർത്താവിന് വേണ്ടി ആദ്യമായി ഇറങ്ങിത്തിരിച്ച നിന്റെ മേൽ ചില ദൈവിക ദർശനങ്ങൾ, ചില ദൈവിക വെളിപ്പാടുകൾ തന്ന് ആ കുലത്തിൽ ആരോടെല്ലാം തമ്പുരാൻ ഇടപെടണമോ നീ മുഖാന്തരം ആ ദൈവത്തിൻ്റെ ഇടപെടൽ അവരിലേക്ക് വരുന്നത്. മുട്ടുമടക്കി രാത്രിയുടെ യാമങ്ങളിൽ അവരുടെ പേരുകൾ പറഞ്ഞ് കർത്തൃസവിധ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കി ഒഴുകിയ കണ്ണുനീരിൻ്റെ ഫലമെന്ന വണ്ണം പിന്നീട് നിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ച നിന്റെ കുടുംബം, നിന്റെ ബന്ധക്കാർ, സ്വന്തക്കാർ, അതെ, ഇന്ന് രാത്രി നീ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ ദൈവം ചെയ്ത ദൈവപ്രവർത്തികൾ ഓർത്ത് നന്ദി പറയാൻ കരുത്തുള്ളവരുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ മാത്രം അനുഭവത്തോടെ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ ദൈവത്തിന്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിക്കുക, ഒരു ഓട്ടർകോൾ മാത്രം പറഞ്ഞ് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മുടെ സദേൺ പാർട്ടിൽ സഭകൾ എങ്ങനെ വളരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വട ഇന്ത്യയിൽ സഭ വളരുന്നത് കണ്ടാൽ നാം അതിശയിച്ചു പോകും. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ നടക്കുന്ന ഉത്തർപ്രദേശ്, UP, ഉത്തർപ്രദേശ്, ഒത്തിരി പീഡന മുറകളിൽ കൂടി സഭകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും 10,000, 20,000, 30,000 പേർ ഒരുമിച്ച് ആരാധിക്കുന്ന സഭ ഉത്തർപ്രദേശിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? പ്രശ്നങ്ങളെ കടിച്ചു പിടിച്ച്, പ്രതിസന്ധികളെ കടിച്ചു പിടിച്ച് യേശുവിനെ സേവിക്കുന്ന ഭക്തന്മാർ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന സമയം ഒരു കൊച്ചു കുളത്തിൽ കിടക്കുന്ന ഒരു തവളയെ പോലെ ഞാൻ ജീവിച്ചാൽ എൻ്റെ ദൈവം എന്നെ അനുവദിക്കുകയില്ല. കുളമല്ല വലുത്, കടലാ വലുത്. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വചനം കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, യമേൻ വലിയൊരു റിവൈവൽ നടക്കാൻ പോകുകയാണ്. സുവിശേഷത്തിന്റെ വല ഇറക്കിയ ആണ്ടുകൾക്ക് മുമ്പേ ആ മാളിക മുറിയിൽ അന്നേ ഇറക്കിയതാണ്. ആ വലയിൽ അന്ന് ഉടക്കിയത് 3000 പേരാണെങ്കിൽ ഒരു വലിയ റിവൈവലിന് വേണ്ടി ഹൃദയം ഒരുക്കുന്ന ദൈവമക്കൾ അല്പസമയം എന്നോട് ചേർന്ന് കരം തട്ടി ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി പറയാൻ മടിക്കരുത്. ആരെയും തടുക്കരുത്, ആരെയും ബ്ലോക്ക് ചെയ്യരുത്. ഒരു വലിയ ഉണർവ് നടക്കാൻ പോകുകയാ. തടസ്സമായി നീ നിൽക്കരുത്. ഇന്ന് രാത്രി കരം തട്ടി ദൈവത്തോട് പറ, ഞാൻ തടസ്സമല്ല, ഒരു വലിയ എളുപ്പുതൽ വരട്ടെ, ഞാൻ അതിനെ റിസീവ് ചെയ്യാം. ഷാഹിബാന റഹിമ സകല തറാബി ഓ ജസ്ലാബാ ഖതറാബാകാഷ്. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. കണ്ണുകളെ മൂടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. അബ്രോഖോ ഷഖതറയബാഖാന. ഞാൻ വായിച്ച വാക്യം എനിക്ക് ദാഹിക്കുന്നു. സഹോദര, ഒരു ഓടത്തണ്ടിൻ്റെ മേൽ സ്പോഞ്ച് വെച്ച് കെട്ടി കയ്പ് കാടിയിൽ മുക്കി അത് ഉയർത്തിക്കൊടുത്തു, ദാഹത്തിന് ശമനമാകട്ടെ എന്നോർത്ത്. പക്ഷേ കയ്പാകയാൽ അവൻ കുടിച്ചില്ല. അവൻ്റെ ദാഹം വെള്ളത്തിന് വേണ്ടിയല്ലായിരുന്നു, സാം ജോസഫ് എന്ന എനിക്ക് വേണ്ടിയായിരുന്നു, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഈ ശബ്ദത്തിൻ്റെ റേഞ്ചിൽ, പരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു അവൻ ദാഹിച്ചത്. ഇന്ന് രാത്രി നീ കൊടുക്കുന്നത് കൊണ്ട് തൃപ്തനാകുന്നവനല്ല എൻ്റെ യേശു. നിന്നെ കൊടുത്താൽ അവൻ തൃപ്തനാകും. അവൻ്റെ കയ്യിലേക്ക് നിന്നെ ഹാൻഡ് ഓവർ ചെയ്യുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ മൂടി. കർത്താവേ, അവിടുത്തെ തിരുകൃപയ്ക്കായി നന്ദി. അല്പസമയം നന്ദി പറഞ്ഞാട്ട്. നല്ലവരേ വല്ലവരേ ആരാധനേ നല്ലവരേ വല്ലവരേ ആരാധനേ ബലിയാന സമ്മാരി പാവങ്ങൾ എല്ലാം
சுமந்து தீர்த்தவரே, பலியான செம்மறி பாவங்களெல்லாம் சுமந்து தீர்த்தவரே, பரிசுத்தாரேதா எனக்காக அல்லோ பாக்கியம் பாக்கியமே, பரிசுத்தாரேதா எனக்காக அல்லோ பாக்கியம் பாக்கியமே, பரிசுத்தாரே படைத்தவரே ஆராதனே ஆராத கரங்களை வீசி பாடாமோ, பரிசுத்தாரே படைத்தவரே ஆராதனே ஆராதனே, வல்ல செயல்கள் நினைத்து நினைத்து உள்ளாமே பொங்குதையா, வல்ல செயல்கள் நினைத்து நினைத்து உள்ளாமே பொங்குதையா, நல்லவரே நன்மை செய்பவரே நன்றி நன்றி ஐயா, நல்லவரே நன்மை செய்பவரே நன்றி நன்றி ஐயா, நல்லவரே வல்லவரே ஆராதனே ஆராதனே, நல்லவரே வல்லவரே ஆராதனே ആരാധനേ. അപ്പാ, ഈ വചനം ഈ ജനത്തിന് വിടുതലാകട്ടെ. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറയെ മക്കൾ യേശുവിനെ ഏറ്റുകൊള്ളട്ടെ കർത്താവേ. ഈ വചനം നന്മയായി തീരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. കരങ്ങളെ തട്ടി കർത്താവിനെ മഹിമപ്പെടുത്തും.